വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 7 കിലോമീറ്റർ മാറി പള്ളിക്കര ജംഗ്ഷൻ അടുത്തായിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഭാവിയിൽ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റ് ആകാൻ പോകുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെൻറ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഈ വീടിന് ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാൾ പില്ലറിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 6.2 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയായി CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ പടിഞ്ഞാറ് ദർശനമായും മെയിൻ ഡോർ വടക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കൂടാതെ പവർ പോയിന്റും കാർ പോർഷൻ നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഫ്രണ്ട് എലിവേഷന് ഭംഗി നൽകാനായി ബേസ്മെൻറ്റിലെല്ലാം തന്നെ വാൾട്ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ 8.5 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ സിപ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ഗ്യാസ് സിലിണ്ടർ ഉൾക്കൊള്ളാവുന്ന ഗേജും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് വർക്ക് ഏരിയ ആണ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് വെസ്റ്റ് സൈഡിലും നോർത്ത് സൈഡിലും സിറ്റ് ഔട്ട് ലഭിക്കുന്നുണ്ട്. വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 18 അടിയോളം നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് സിറ്റ് ഔട്ടിനുള്ളത്. 5-6 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 7.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കോർണറിലായി നൽകിയിരിക്കുന്ന പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായി മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായിട്ട് ഭംഗിയുള്ള ഹാൻഡിലും പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ വലുപ്പമുള്ള വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് 2 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സൗത്ത് സൈഡ് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് 2 സിംഗിൾ ഡോർ വിൻഡോയും മുകളിലായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സൗത്ത് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ് വാളിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് മുകളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജും ഒരു സൈഡിലായിട്ട് ഡക്ക് സ്പേസും നൽകിയിട്ടുണ്ട്. TV യൂണിറ്റിനെ കണ്ടിന്യൂ ചെയ്ത് ഡൈനിങ് സ്പേസിനെ ലിവിംഗ് സ്പേസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷനാണ് വരുന്നത്. പാർട്ടീഷനുള്ളിൽ അത്യാവശ്യം ഡക്ക് സ്പേസ് ഒക്കെ കൊടുത്ത് അതിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്.
ഈ ഒരു പാർട്ടീഷനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് വെസ്റ്റ് സൈഡ് വോളിലായിട്ട് ചെറിയൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. താഴെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്രൊജക്ടർ ലൈറ്റും ഒക്കെ കൊടുത്ത് ആ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ്റും ഗോൾഡൻ സ്ട്രിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പൂജാ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഡൈനിങ്ങിലേക്കുള്ള ഭാഗത്ത് ഒരു ചെറിയ പാനലിംഗ് വർക്കും വരുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിനും കിച്ചണിനും ഇടയിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടർ നൽകി താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇരുവശങ്ങളിലും മുകളിലായിട്ട് ഡക്ക സ്പേസ് ഒക്കെ ചെയ്ത് 3 വാളും കംപ്ലീറ്റ്ലി ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ആ ഒരു ബെഡ്റൂമിൻ്റെ വാളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവേർട്ടറിനുള്ള പോയിന്റും ചെറിയൊരു ക്രോക്കറി യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ സൗത്ത് സൈഡ് വാളിലായിട്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൻ്റെ സ്റ്റെയറിനോട് ചേർന്ന ഭാഗത്ത് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിലായിട്ട് വുഡൻ ടെക്സണുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും നൽകിയിട്ടുണ്ട്. പിന്നീടുള്ള പോർഷനും വുഡൻ ഡിസൈനൊക്കെ കൊടുത്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത് കിച്ചണിലൊഴികെ. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വെയ്റ്റിൻ്റെ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന പാനലിന് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചൺ 15.5 അടിയിലേറെ നീളവും 8 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും കൂടാതെ ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബോക്സിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. കൂടാതെ വലുപ്പമുള്ളൊരു സിങ്കും 2 ഭംഗിയുള്ള ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തത്. സൗത്ത് സൈഡ് വോളിലായിട്ട് വലിയൊരു ഫ്രിഡ്ജിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 10.5 അടി നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി കവർ ചെയ്ത് 2 സൈഡിലേക്കും ഗ്രിൽ ഡോറൊക്കെ പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു വർക്ക് ഏരിയ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഒരു ടാപ്പിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നിറവ് നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂം വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ജാഗ്വാറിൻ്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റും അതിനോട് ചേർന്നൊരു ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും നിറവ് നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഗ്ലാസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്.
ഹാൻഡിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റിനോട് ചേർന്ന് തന്നെ 2 ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നീട് സെക്കൻഡ് ഫ്ലൈറ്റിനോട് ചേർന്നുള്ള വോളിൽ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ബ്ലാക്ക് കളർ സ്ട്രിപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ താഴെയും മുകളിലുമായിട്ട് 4 സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 18 അടി നീളവും 14 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. അപ്പർ ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. രണ്ടാമതായിട്ടുള്ളത് യൂട്ടിലിറ്റി റൂമാണ്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിത് ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബാൽക്കണിയിലേക്കുള്ള പാസേജിൻ്റെ ഒരു സൈഡിലേക്ക് മാറി അത്യാവശ്യം ഡക്ക് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ നൽകി LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് താഴത്തെ നിലയിലെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾ റൂമും ഡ്രസ്സിംഗ് യൂണിറ്റും അതിനോട് ചേർന്ന് ഒരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിറർ നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനുള്ള ഈ ഒരു ബെഡ്റൂമിൽ 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ജാഗറിൻ്റെ ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമും വെറ്റേറിയൻ ഡ്രൈ ഏരിയ നമ്മൾ ചെറിയൊരു സെപ്പറേഷനൊക്കെ നൽകിയിട്ട് ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 15 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി റൂം നമുക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആക്കി മാറ്റാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 5 അടിയിലേറെ വീതിയുള്ള ഈ ഒരു ബാൽക്കണി വെസ്റ്റ് സൈഡിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണി കൂടാതെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ഓപ്പൺ ബാൽക്കണിയിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഡിസൈനും നൽകിയിട്ടുണ്ട് ഹാൻഡ് റെയിൽ പോർഷനിൽ. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 24 കിലോമീറ്റർ, കലൂരേക്ക് 17 കിലോമീറ്റർ, ആലുവയിലേക്ക് 14 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ 2 കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 95 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോൺ അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതും വാങ്ങുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.